ഹലോ, എൻ്റെ പേര് ഡോക്ടർ ദിജിന അൻഷാദ്. ഗ്ലാൻസ് ലേണിംഗ് അക്കാഡമിയുടെ CEO ആൻഡ് ഫൗണ്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു +2 വെറും 3950 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും, ഗൈഡ് ഉണ്ടാകും. നിങ്ങൾക്ക് ഗൈഡ് വായിച്ച് പഠിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ റിവിഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എല്ലാ സബ്ജക്റ്റിൽ നിന്നും എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടില്ല. ഇതിൽ നമുക്ക് വന്നേക്കുന്നത് TMA ആയിട്ടും പബ്ലിക് എക്സാമിനേഷൻ ആയിട്ടും 60% പബ്ലിക് എക്സാമിനേഷനും 40% TMA മാർക്കുമായിട്ടാണ് വരുന്നത്. അപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ്റെ ചാപ്റ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നിപ്പോൾ ഞാൻ ഇംഗ്ലീഷിൻ്റെയാണ് പറയുന്നത്. നമുക്കത് നോക്കാം. അതിന് മുമ്പ് +2ൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റുകൾ കുറച്ച് പറയാണ്. ഇംഗ്ലീഷിൻ്റെ ലെസൺസ് ഞാൻ പറയാണ്. ഇംഗ്ലീഷിൽ വരുന്ന ലെസൺസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിനേഷന് 60% നമുക്ക് റിട്ടൺ ആയിട്ട് എഴുതി എടുക്കാനുള്ളതും പഠിക്കാനായിട്ടുള്ളതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളതും, അതുപോലെ TMA മാർക്ക് ഉണ്ട്, അത് 40% വരുന്നത്. അപ്പം ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ലെസൺസിൽ നിന്ന് വരുന്നത് ലെസൺ 6 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെസൺ 6, ലെസൺ 7, ലെസൺ 8, 9, 10, 12, 13, 14, 16, 17, 18 ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പബ്ലിക് എക്സാമിനേഷന് പഠിക്കാനുള്ളത്. ഇനി ഓപ്ഷണൽ മോഡ്യൂൾ ഉണ്ട്. ഇതിൽ നമുക്ക് വരുന്നത് ലെസൺ 30, 37, 30B ഒക്കെ നമുക്ക് അതുപോലെ പബ്ലിക് എക്സാമിനേഷന് ഓപ്ഷണൽ മോഡ്യൂളിൽ നിന്നും ലെസൺ 26A, ലെസൺ 26B, ലെസൺ 27A, ലെസൺ 28A, ലെസൺ 28B ആൻഡ് ലെസൺ 29A, ലെസൺ 29B ആൻഡ് ലെസൺ 31B ഇത്രയാണ് നമുക്ക് പഠിച്ചെഴുതാനായിട്ട് ഉള്ള ലെസൺസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ 1, 2, 3, 4, 5, 11, 15, 19, 20, 22, 25 ഇതൊക്കെ നമുക്ക് TMA മാർക്ക് 40% TMA മാർക്കായിട്ടും, ഞാനിപ്പോൾ ഇതിൽ പറയാത്ത ലെസൺസ്, അതായത് ലെസൺ 6, 7, 8, 9, 10, 12, 30, 40, 60, 70, 80, 21, 23, 24 ഇതൊക്കെ പബ്ലിക് എക്സാമിനേഷനുമായിട്ട് നമുക്ക് പഠിച്ചെഴുതേണ്ട ലെസൺസ് ആണ്. അതുപോലെ പബ്ലിക് എക്സാമിനേഷന് ഓപ്ഷണൽ മോഡ്യൂളിൽ നിന്നും ലെസൺ 26A, ലെസൺ 26B, ലെസൺ 27A, ലെസൺ 28A, ലെസൺ 28B ആൻഡ് ലെസൺ 29A, ലെസൺ 29B ആൻഡ് ലെസൺ 31B ഇത്രയാണ് നമുക്ക് പഠിച്ചെഴുതാനായിട്ട് ഉള്ള ലെസൺസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ 1, 2, 3, 4, 5, 11, 15, 19, 20, 22, 25 ഇതൊക്കെ നമുക്ക് TMA മാർക്ക് 40% TMA മാർക്കായിട്ടും, ഞാനിപ്പോൾ ഇതിൽ പറയാത്ത ലെസൺസ്, അതായത് ലെസൺ 6, 7, 8, 9, 10, 12, 30, 40, 60, 70, 80, 21, 23, 24 ഇതൊക്കെ പബ്ലിക് എക്സാമിനേഷനുമായിട്ട് നമുക്ക് പഠിച്ചെഴുതേണ്ട ലെസൺസ് ആണ്. ഇനി നമുക്ക് ചാപ്റ്റർ 6 അതിൻ്റെ നോട്ട്സ് ടെക്സ്റ്റ് ബുക്ക് നമുക്കതൊന്ന് റീഡ് ചെയ്യാം, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. ചാപ്റ്റർ 6 മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതായത് നമുക്ക് എക്സാമിനേഷനുള്ള ചാപ്റ്ററാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നത് ഒരു പോയമാണ്. ഈ പോയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പോയം ആരാ എഴുതിയതെന്ന് നമുക്ക് നോക്കാം. കമലദാസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കമലദാസ് എന്ന ഈ ഒരു പോയട്രിയെ കുറിച്ച്. അപ്പോൾ കമലദാസ് എഴുതിയ ഒരു പോയമാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ പോയത്തിൽ അവർ പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. പോയം ഞാനിവിടെ കൊടുത്തിട്ടുണ്ടാകും, അതൊന്ന് ജസ്റ്റ് ഞാൻ റീഡ് ചെയ്ത് തരാം. യു പ്ലീസ് ലിസൺ. Where is a house now far away where once I received love, that woman dead. The house withdraw into silent snake's mood. Among books I was then too young to read, and my blood turned cold like the moon. How often I think of going there. I peer through blind eyes of windows, or just listen to the frozen air, or in wild despair pick an handful of darkness to bring it here to lie behind my bedroom door like a brooding dog. You cannot believe, darling, can you, that I lived in such a house and was proud and loud. I who have lost
My way and beg now at strangers' door to receive love, at least in small changes. There is a house now far away where once I received love, that woman did. The house withdrew into silence, snakes moved among books. I was then too young to read, and my blood turned cold like the moon. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്? കമലാദാസ് എന്ന കവയിത്രി അവർ സന്തോഷകരമായി ആസ്വദിച്ചിരുന്ന തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തൻ്റെ മുത്തശ്ശിയെക്കുറിച്ചുമാണ് ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സോങ്ങിലൂടെ നമുക്ക് തരുന്ന ഒരു മെസ്സേജ്. അപ്പോൾ അന്ന് താമസിച്ചിരുന്ന ഈ വീടിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവർ ഈ ആയിട്ട് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ തൻ്റെ കുട്ടിക്കാലവും ഇപ്പോഴത്തെ ചുറ്റുപാടുമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ദ ഗ്രാൻഡ് മദർ ഹൗസ് എന്ന ഈ ഒരു പോയത്തിലൂടെ കവയിത്രി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ കുട്ടിക്കാലത്തെ ജീവിതത്തെക്കുറിച്ചാണ്. തൻ്റെ കുട്ടിക്കാലത്ത് മുത്തശ്ശിയുടെ വീട്ടിൽ തറവാടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നിരുന്ന ആ ഒരു അന്തരീക്ഷവും ഇന്ന് കാണുന്ന അന്തരീക്ഷവും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇന്ന് അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവർ കാണപ്പെടുന്നത്? നമ്മളിവിടെ വായിച്ചിരുന്നു, പോയം റീഡ് ചെയ്തപ്പോൾ വായിച്ചിരുന്നു. എന്താ പറഞ്ഞത്? ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ്, സ്നേക്സ് മൂഡ്. അതായത് ഫുൾ സൈലൻസ് ആണ് ഫീൽ ചെയ്യുന്നത്, നിശബ്ദതയാണ്. അതുമാത്രമല്ല അവിടെ മൊത്തം പാമ്പുകളും ഇതൊക്കെ ഇഴജന്തുക്കളൊക്കെ വസിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ നമ്മുടെ മദറൊക്കെ എന്ത് ചെയ്യും? കുട്ടി കഥകളൊക്കെ പറഞ്ഞു തരും അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ കിടക്കാൻ നേരത്തൊക്കെ നമുക്ക് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കമലദാസിൻ്റെ ഈ ഒരു ചെറുപ്പകാലത്ത് അവരുടെ മുത്തശ്ശി കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ മുത്തശ്ശിയുടെ മരണശേഷം, ചെറുപ്പകാലത്താണ് അവർ ആ തറവാട്ടിൽ പോയിരുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ മരണശേഷം ആരും അവിടെ അങ്ങനെ താമസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ നാൾ അടച്ചു കിടന്ന വീടായതുകൊണ്ടിട്ട് എങ്ങനെയായിരിക്കും? പൊടിയും കാടും പിന്നെ പാമ്പും ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നു. ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ വിഷമം തോന്നുന്നു, പേടിയാകുന്നു. കാരണം കാടൊക്കെ പിടിച്ച് യാതൊരു ഇതും ഇല്ലാതെ കിടക്കുകയാണ്, അനക്കവും ഇതും ബഹളമൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അന്ന് ചെറുപ്രായത്തിൽ തനിക്ക് വായിക്കാൻ അറിയാൻ കൊണ്ടിട്ട് മുത്തശ്ശി ആണ് ആർക്ക്? ഈ കമലദാസിന് കഥകളൊക്കെ വായിച്ചു കൊടുത്തിരുന്നത്, വിശദീകരിച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഇന്ന് ഓർമ്മകളാണ് അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ അമ്മൂമ്മമാരും ഇതേപോലെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓർക്കുമ്പോൾ അവരൊരുപാട് മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അന്ന് ഇങ്ങനെ ചെയ്തിരുന്നു, കുട്ടിക്കാലത്ത് നമുക്കിതൊക്കെ ഇപ്പോൾ കഥകൾ പറഞ്ഞു തന്നിരുന്നു, ഊഞ്ഞാല കെട്ടിയിരുന്നു. നമ്മൾക്ക് വെക്കേഷൻ ടൈമിലൊക്കെ ആയിരിക്കും നമ്മളെപ്പോഴും എവിടെ പോകുന്നത്? ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ നിൽക്കാനൊക്കെ പോകുന്നത് അല്ലേ? അപ്പോൾ അതായത് അമ്മ വീട്ടിലൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകൾ, ചില അന്തരീക്ഷങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും. കാരണം പുഴകളൊക്കെ ഉണ്ടാവും, കളിക്കാൻ ഒത്തിരി കുട്ടികളുണ്ടാവും വെക്കേഷൻ ആകുമ്പോഴേക്കും. അപ്പോൾ അതൊക്കെ നല്ല മധുരമായിട്ടുള്ള ഓർമ്മകളാണല്ലേ കുട്ടിക്കാലത്തെ. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു വിടവ് നികത്താൻ മറ്റാര് കടന്നു വന്നാലും നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലേ? അവരുടെ ഒരു സ്ഥാനം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അവർക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് അത്രയും വലിയതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ അത്രയും മോർ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഈ പറയുന്ന പല വ്യക്തികൾക്കും ഉണ്ടാവുന്നത് അല്ലേ? അതുപോലെ തന്നെ കമലാസുരയ്യയുടെ ജീവിതത്തിൽ ഭയങ്കര സൗന്ദര്യമേറിയതും വളരെ സ്നേഹം തന്നെ ഒരുപാട് സ്നേഹിച്ചതുമായിട്ടുള്ള ഒരു ഗ്രാൻഡ് മദറിൻ്റെ ഒരു പോയമാണ്. ഗ്രാൻഡ് മദർ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ തറവാട്, അതിനെ പറ്റിയുള്ളൊരു പോയമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കമലാസുരയ്യ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. കാരണം അത്രയും വേറൊരു ഭിക്ഷ യാചിക്കാന്ന് പറയും. അതായത് നമുക്ക് അത്രയും ഒരു സ്നേഹം വേറൊരാൾക്കും തരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ പോയത്തിലൂടെ നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ കമലാസുരയ്യക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ, ഇപ്പം എന്ന് പറഞ്ഞാൽ അവർ ആ പോയി എഴുതിയ സമയത്ത് ഓർക്കുമ്പോൾ ആ വീട്, ആ തറവാട്ടിലേക്ക് പോകാനും അവിടുത്തെ ആ ജനലയിലൂടെ നോക്കുവാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പം എന്താണ് സംഭവിക്കുക? അവിടെ ആകെ
ഇരുട്ടുകുത്തി പഴയ ആ ഒരു സന്തോഷം നിറഞ്ഞ മധുരമായിട്ടുള്ള ഓർമ്മകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എന്നാൽ അതുപോലെയല്ല ഇപ്പോൾ ഉള്ള അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ അത് അവരുടെ മനസ്സിൽ വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ആ ഓർമ്മകൾ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ പോയം? ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അല്ലേ, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഇത് ആരെ എഴുതിയത്? കമലദാസ്. കമലദാസ് തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവത്തെക്കുറിച്ചാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. തൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു പോയി കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടാത്ത സ്നേഹം, അതുപോലെ തന്നെ കരുതൽ, ആ തറവാടിൻ്റെ സൗന്ദര്യം, ഇതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് വെച്ച് നോക്കുമ്പോൾ അവരുടെ എന്താണ്, ആരും താമസിക്കാതെ പൊടിയൊക്കെ പിടിച്ച് ഇരുട്ട് കൂടി കുറേ കാടും വളർന്ന് പാമ്പുകളുടെ ജന്തുക്കളൊക്കെ നടക്കുന്ന ആ ഒരു സിറ്റുവേഷനും പഴയ കാലവും ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കവിതയിലൂടെ നമ്മളെ കമലദാസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കവിത മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോയം റീഡ് ചെയ്യാം.